വളരെ വ്യത്യസ്തമായ ഒരു പേരുമായി നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. പാവാട എന്ന ചിത്രം. അപ്പോൾ ഈ ചിത്രത്തിലെ അണിയറ പ്രവർത്തകരാണ് ഇന്ന് പാവാട എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം. ഹൃദയം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു സ്വാഗതം ഇന്നത്തെ ഷോയിലേക്ക്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പേര് കണ്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ തീരുമാനിച്ചത്. ഒപ്പം ആ പാട്ടും മുത്താണ് ജോ എന്ന് പറയുന്ന ഒരു പാട്ടും. എങ്ങനെയാണ് ഇത്രയും വ്യത്യസ്തമായ ഒരു പേര്? ബിപിൻ ചന്ദ്രൻ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഞാൻ എനിക്കൊരു സബ്ജക്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ബിപിൻ്റെ പേരാണ് പറഞ്ഞത്, പാവാട എന്ന്. പാവാട അപ്പോഴേ ഇഷ്ടപ്പെട്ടു. പിന്നാണ് അതോ എനിക്ക് എന്നെ പോലുള്ള പ്രേക്ഷകർക്കുണ്ടായി അതേ അന്താളിപ്പാണ് ആദ്യം പാവാടയോ ക്യൂരിയോസിറ്റി. അത് കഴിഞ്ഞാണ് ബിപിൻ്റെ കഥ പറയുന്നത്. കഥയും കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇരിക്കപ്പോഴത്തെ അപ്പം തന്നെ രാജേന്ദ്രനെ വിളിച്ച്, രാജര ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. രാജുവിനോട് ഞങ്ങൾ ഈ കഥ പറഞ്ഞപ്പം രാജു പറഞ്ഞത് ഇതാണ് നിങ്ങൾ അനൗൺസ് അനൗൺസ് ചെയ്യുന്ന പറയുന്നത്. എങ്ങനെയാണ് പാവാട എന്നൊരു പേരും ഈ ഒരു സ്ക്രിപ്റ്റും ഒക്കെ മനസ്സിൽ വന്നത്? ഒരുപാട് നാളായിട്ട് ചിന്തിക്കുന്ന ഒരു കഥയാണോ? അല്ല, അതിന് മറുപടി ഞാനാണ്. ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഞാൻ സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ള പടത്തിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് ബിപിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഉഗ്രം കക്ഷിയാണല്ലോ. ഞാൻ പോയി അങ്ങനെ അതിനിടയ്ക്ക് പൃഥ്വിരാജിനെ കണ്ട് 3-4 സബ്ജക്റ്റ് പറഞ്ഞിട്ട് ഒന്നും ഓക്കെ ആവാതെ ആത്മഹത്യയുടെ വക്കത്ത് ഞാൻ അഭിനയിക്കുന്നു. അപ്പോഴാണ് മാർത്താണ്ഡൻ പറഞ്ഞു ഒരു കഥയുണ്ട്, കഥ എന്താണെന്ന് രാജേന്ദ്രൻ പറഞ്ഞില്ല, പാവാട എന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. ഓക്കെ ആണല്ലോ, ഈ പടം നിങ്ങൾ എഴുതിയില്ലെങ്കിൽ പാവാട ഞാൻ നാളെ കേരളത്തിൽ പോയി ആദ്യം ടൈറ്റിൽ ലിസ്റ്റ് ചെയ്തു, ഏതെങ്കിലും റൈറ്ററെ കൊണ്ട് എഴുതിക്കും, അതുകൊണ്ട് നിങ്ങൾ ഇതിന് പിന്മാറാൻ പറ്റില്ലെന്നാണ്. അപ്പോൾ പുള്ളി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത്, എങ്ങനെ എനിക്കൊരു 10 ദിവസം തരണം എന്ന് പറയും. അപ്പോൾ അതുവഴി ആൻഡോ ജോസഫ് എന്നുള്ള ഡിസ്ട്രിബ്യൂട്ടർ നടക്കുന്നുണ്ട്. പുള്ളി ഇത് കേട്ടിട്ട് പറഞ്ഞു, ഇത് ആരെഴുതിയ എന്താ ഈ പടം ഞാനേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുള്ളൂ, ഞാൻ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞാൽ പുള്ളി എന്നെ വെച്ചിട്ട് കഥ പറഞ്ഞു. ഞെട്ടിപ്പോയി. നേരെ പൃഥ്വിരാജിൻ്റെ ചെല്ലുന്നു, ടൈറ്റിൽ ഉഗ്രമാണ്, കേൾക്കട്ടെ എന്ന്. ആ മുഴുവൻ കേട്ടിട്ട് പറഞ്ഞു, ഇതിനകത്തൊരു ഐറ്റം കിടപ്പുണ്ട്, നിങ്ങൾ ഇതിൻ്റെ ഒരു ഓൺലൈൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഓൺലൈൻ കൊണ്ടുവന്നു. പിന്നെ സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞു. ആ സ്ക്രിപ്റ്റ് മുഴുവൻ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും കെട്ടിപ്പിടിക്കുന്നു, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. അങ്ങനെ ഈ പ്രോജക്റ്റ് ഓൺ ആവുന്നത്. ഇതാണ് സത്യം. ഇവർ നിർബന്ധിച്ചാണ്. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും ഭീഷണിപ്പെടുത്തിയിട്ട് എന്നെ കൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പാവാടയാണിത്. പൃഥ്വി പാമ്പു ജോ എന്ന് പറയുന്ന കഥാപാത്രം പാവാട എന്ന സിനിമയിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ ബിപിൻ എഴുതുന്ന ആ സമയത്ത് തന്നെ ശരിക്കും മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ആയിരിക്കണം പാമ്പു ജോയ്. ഞാൻ ആക്ച്വലി എപ്പോഴും പറയുന്ന പോലെ ഞാൻ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളെയല്ല, തിരക്കഥകളെയാണ്. അപ്പോൾ എന്നോട് എന്നൊരു കഥാസാരം രാജേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് ആണ്, എൻ്റെ ഒരു സ്ക്രിപ്റ്റ് കേട്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിൽ ഏർപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ബിപിനും മാർത്താണ്ഡനും രാജേട്ടനും വന്നിട്ട് എന്നോട് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. ഈ സ്ക്രിപ്റ്റ് കേട്ട ഉടനെ എൻ്റെ ഒരു ഇതിൽ എനിക്ക് മനസ്സിലായി ഇതൊരു നല്ല സിനിമയായിരിക്കും. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, രാജേട്ടൻ ഇത് അനൗൺസ് ചെയ്യാം, നമുക്കിത് എന്തായാലും ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. അതിന് ശേഷമാണ് പിന്നെ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ഉള്ളൊരു വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷത്തിനെ പറ്റി 2015 ഞാൻ ആദ്യം അഭിനയിക്കുന്നത് വരുൺ ബ്ലേക്ക് എന്ന് പറയുന്ന അറ്റ്ലാന്റ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പോലീസ് ഓഫീസറിൻ്റെ കഥാപാത്രമാണ്. 2015 ഞാൻ അവസാനം അഭിനയിക്കുന്നത് പാമ്പു ജോയ് എന്ന് പറയുന്ന പൂവർണിയിലെ ഒരു മദ്യപാനിയുടെ കഥാപാത്രമാണ്. അപ്പോൾ എനിക്ക് ആസ് എൻ ആക്ടർ എനിക്ക് നല്ലൊരു ജേണിയാണത്. അപ്പോൾ എനിക്ക് ആക്ച്വലി അത് ഒരു തിരക്കഥാകൃത്ത് ഒരു സിനിമയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നിൽ പാമ്പു ജോയെ കണ്ടു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ കോംപ്ലിമെന്റ് ആയിരുന്നു. പാമ്പു ജോയെ കണ്ടുകൊണ്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നില്ല, അത് ബിപിന്റെ കണ്ടോണ്ടല്ല, ഈ കഥയും കഥാപാത്രത്തിന് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. ഇന്നാര് ഹീറോ ആണെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ബിപിൻ ഒരു ക്യാരക്ടർ സൃഷ്ടിച്ചിട്ട് രാജേട്ടൻ എനിക്ക് പൃഥ്വിരാജിനെ വെച്ചാണ് സിനിമ ചെയ്യണമെന്ന് പറയുമ്പോൾ അല്ല ഇത് പൃഥ്വിരാജ് ചെയ്താൽ നന്നാകും എന്ന് അത് ക്രിയേറ്റ് ചെയ്ത ഒരാൾ പറയാന്ന് പറയുന്നത് എനിക്കൊരു വലിയ കോംപ്ലിമെന്റ് ആണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാവർക്കും എന്നിൽ പാമ്പു ജോയെ കാണാൻ സാധിക്കുമായിരുന്നു ഈ സിനിമയ്ക്ക് മുമ്പെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ ഈ ചിത്രത്തിലെ പാവാടയാണ് രാജേട്ടൻ ഇപ്പുറത്തിരിക്കുന്ന അനൂപ് മേനോൻ. ഇത്രയും തന്മയത്വത്തോടുകൂടി ബാബു എന്ന് പറയുന്ന ഒരു മുഴുക്കുടിയനായ പാവാട എന്ന കഥാപാത്രം. ഈ സിനിമ ഒരു പരാജയമായിരുന്നെങ്കിൽ, ഈവൺ ഒരു ആവറേജ് പടമായി പോലും പോയിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം ഡിവസ്റ്റേറ്റഡ് ആയി പോയേനെ. കാരണം അത്രയധികം സന്തോഷിച്ച് ചെയ്ത ഒരു സിനിമയാണ് ഇത്. ഉറപ്പായും സൂപ്പർ ഹിറ്റ് എന്നത് അല്ലാതെ ഇതിന് വേറൊരു എൻഡില്ല, ഒരു കൾമിനേഷൻ ഇല്ല. ഇതിൻ്റെ കൾമിനേഷൻ ഒരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഈവൻ അതിൻ്റെ മേലെ എന്നല്ല ഞങ്ങൾ ആരും ചിന്തിച്ചിട്ടില്ല. അത്രയും ഒരു ജോളി ഗുഡ് സെറ്റായിരുന്നു. ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ലൊക്കേഷനാണ്. മണിമൽ രാജേട്ടൻ എന്ന് പറയുന്ന ഞാൻ മണിമൽ രാജേട്ടൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 30 കൊല്ലമായി അല്ലെങ്കിൽ എത്ര ചേട്ടാ 48 ഇയേഴ്സാ സിനിമ
എൻ്റെ പ്രായം കൂട്ടല്ലേ, ഞാൻ ഒന്നും ജീൻസൊക്കെ ഇട്ടിരിക്കല്ലേ. ചേട്ടാ ഒരു വയസ്സിൽ ഞാൻ സിനിമയിൽ 41ാമത്തെ വർഷമാണിത്. 41. എന്തുകൊണ്ട് ഇത്രയും വന്നു വെച്ചാൽ ഞാൻ ബാലനടനായിട്ടാണ് വന്നത്. 40 വർഷമുള്ള മണിമൽ രാജേട്ടൻ്റെ സ്വെറ്റ് ബ്ലഡ് ടിയേഴ്സ്, അതിൻ്റെ ഒരു എന്താണ് റെസിപ്രൊക്കേഷൻ ഈ സിനിമ എന്ന് പറയുന്ന മാജിക് തിരിച്ചു നൽകുന്ന, ഇന്ന് രാജേട്ടൻ്റെ കൊഫേഴ്സിലേക്ക് ഒഴുകുന്ന കോടികൾ അതിൻ്റെ വിൻഡിക്കേഷനാണ്. പിന്നെ ഓഫ് കോഴ്സ് ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കോസ്റ്റാർസ് യു ക്യാൻ ഗെറ്റ് വിത്തൗട്ട് എനി റിസർവേഷൻസ്. ഈ പറഞ്ഞ പോലെ പാവാട ബാബു എന്ന ടൈറ്റിൽ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നു. അവൻ ഒരു എന്താ അപ്രഖ്യാപിത സൂപ്പർ താര പദവിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു നെടും തൂണായ ക്യാരക്ടർ ചെയ്യുന്നു. അതിലൊന്നുമില്ലാതെ ഒരു ഭയങ്കര ഗിവ് ആൻഡ് ടേക്കോടുകൂടി ഈ സിനിമ ചെയ്തെടുത്തു. ഇത് നമുക്ക് ഇതിനകത്ത് എല്ലാ കാര്യത്തിനും അതൊരു നിമിത്തം ഈശ്വരാധീനം. ഇതിന് നമുക്ക് ഒത്ത ലൊക്കേഷനിൽ കിട്ടുക, ഒത്ത വീട്ടിൽ കിട്ടുക, ഇത് പെർഫോം ചെയ്യാനുള്ള ആക്ടേഴ്സിനെ കിട്ടുക, നാച്ചുറൽ കലാമിറ്റീസ്, മഴ കിഴ കൊടുങ്കാറ്റ് വെള്ളപ്പൊക്കം ഒന്നും വരാതെ കൊണ്ടുപോവുക, എല്ലാ കാര്യങ്ങളും കൂടെ ഒത്തു വന്നിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. ഞാൻ പ്രൊഡ്യൂസർ നോക്കുമ്പോൾ അതൊക്കെ ആലോചിക്കണമല്ലോ. ഒരു ദിവസം മഴ പെയ്താൽ മതി, ഒരു ദിവസം ഇദ്ദേഹത്തിന് വയറിളൊക്കെ ആയിട്ട് മതി, കൈവിട്ട് പോകത്തില്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെയും ദൈവ സാന്നിധ്യമുണ്ട്. എല്ലാം കൂടെ ഒത്തു വന്നിട്ടാണ് ഈ ഒരു സക്സസ് ഫോർമുലയിലേക്ക് നമ്മൾ എത്തിച്ചത്. ദൈവാധീനമുള്ള ഒരു പാവാടയായിരുന്നു. പക്ഷെ ഫുഡിന്റെ കാര്യം കൂടെ എടുത്ത് പറയണം. അതാണ് ഈ എന്താ പറയാ, യൂട്യൂബിലൊക്കെ എല്ലാവരും എഴുതുന്ന സംഭവമുണ്ട്. ഇത് സാധാരണ പാവാടയല്ല, ആൾക്കാർ കണ്ട് ഇതൊരു പട്ട് പാവാടയാക്കി മാറ്റി പറയുന്നത് അങ്ങനെയാണ്. രാജുചേട്ടൻ ഇത് പട്ട് പാവാടയാണോ? രാജുചേട്ടനിലേക്ക് ഞാൻ തിരിഞ്ഞ സിനിമയിലേക്കുള്ള ആത്മാർത്ഥത കാരണം ഞാൻ അനുയോജ്യമായ ഒരു നായിക തന്നെയാണ് പാവാട എന്ന ചിത്രത്തിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മിയയുടെ ഒരു സിനിമയുടെ പേര് ബിക്കിനി എന്നായിരുന്നെങ്കിലാ. മിയയുടെ ഞാൻ സിനിമ കണ്ട സ്ഥിതിക്ക് അതിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ജോയുടെ തലയിൽ മീൻ ചട്ടി ഇട്ട് പൊട്ടിക്കുന്ന ഒരു സീനാണ്. ഷൂട്ട് ചെയ്ത് പാർവതിക്ക് പലപ്പോഴും പുരുഷന്മാരോട് ചെയ്യാൻ, പ്രത്യേകിച്ച് ഭർത്താവിനോട് ചെയ്യാൻ തോന്നിയിട്ടുള്ള കാര്യമാണോ? അല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണോ ചോദിച്ചാണ്. അല്ലല്ല, പക്ഷെ അത് എന്താ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു റിയാക്ഷൻ ആയിരിക്കും ഒരു ഭാര്യ. അങ്ങനെ കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഭർത്താക്കന്മാർക്ക്. പക്ഷെ മീൻ ചട്ടി അടിച്ചോട് അയാൾ നന്നായില്ലേ മാത്രമല്ല ഒരു അറിയില്ല, ഒരു കുഞ്ഞിന്റെ അമ്മയും കൂടെ ആവുന്ന ലെവലിലെത്തി കാര്യങ്ങൾ. ചട്ടി അടിച്ചു നോക്കണം. മിയയുടെ പാവാട വിശേഷങ്ങൾ പറയൂ. നല്ല വിശേഷങ്ങൾ തന്നെ. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, മൂവി കണ്ടു, നന്നായിട്ടുണ്ട്, ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ കംപ്ലൈൻറ്റ്. എടി നിന്റെ സിനിമ കാണാൻ ടിക്കറ്റ് കിട്ടുന്നില്ല, നീ ചുമ്മാ ഞങ്ങളുടെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ടിക്കറ്റൊക്കെ തരണ്ടേ. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ടിക്കറ്റൊക്കെ എടുത്ത് പോയി കണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലായിടത്തു നിന്നും നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു. കണ്ടവർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായം. അപ്പോൾ പാവാട ഇനിയും ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്താനുണ്ട്. അതിനിടയിൽ ഞാൻ പാവാടയിൽ നിന്ന് മാറിയ ഒരു ചെറിയ ചോദ്യം രാജുചേട്ടനോട്, കാരണം രാജുചേട്ടൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളിൽ ഏറ്റവും കേൾക്കുന്ന ഒരു നല്ലൊരു വിശേഷം എന്ന് പറയുന്നത് എല്ലാവരും മനസ്സറിഞ്ഞ് വയറ് നിറച്ച് സന്തോഷത്തോടൊരു ഭക്ഷണം കഴിക്കുന്നത് രാജുചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിലാണ്. എന്താണ് അതിൻ്റെ ഒരു ഗുഡൻസ്? എനിക്കിപ്പോൾ തോന്നുന്നത്, എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത്, ഈ പടം കഴിഞ്ഞിട്ട് പോയ കുറേ ഡ്രൈവേഴ്സും ടെക്നീഷ്യന്മാരും എൻ്റെ തോന്നി, ചേട്ടാ ആ പടം കഴിഞ്ഞപ്പം പൃഥ്വിരാജ് കുടിക്കുന്ന സെയിം ജ്യൂസ് ഞങ്ങളും 11 മണി കുടിച്ചു, ഈ സെറ്റ് വന്നിട്ട് കട്ടൻ ചായ അല്ല വേറെ ഒന്നും കിട്ടുന്നില്ല. സെറ്റെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം നമ്മുടെ സെറ്റിൽ പൃഥ്വിരാജും ഞങ്ങളെല്ലാം കഴിക്കുന്ന ഒരേ ഫുഡിൻ്റെ, ഓരോരുത്തരും വാങ്ങിക്കുന്ന ശമ്പളങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും അവരുടെ റേറ്റ്, പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല, എല്ലാവരും ഒന്നുപോലെ കഴിച്ചത്. എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയുണ്ട് നിറഞ്ഞ മനസ്സിൽ. എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുള്ള സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമ്പം അല്ലെങ്കിൽ 15 രൂപ 20 രൂപ ബില്ല് വരുമ്പം ആ ഗ്രൂപ്പിൽ കൊടുക്കാൻ പറ്റാതെ മേശയിൽ പിടിച്ച് വിഷമിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഞാൻ എവിടെ ചെന്നാലും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാനേ പേ ചെയ്തെന്നറിയാം. അന്നത്തെ എൻ്റെ മധുര പ്രതികാരമാണ്. എന്നെ കൊണ്ട് പേ ചെയ്യാനൊരു സിറ്റുവേഷൻ കിട്ടി, ഞാനത് കൊടുക്കും. പിന്നെ മലയാള സിനിമയിൽ ഒരു കാലത്ത് ഫുഡിന് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. ഞാനൊക്കെ 75 അഭിനയിക്കുമ്പോൾ നസീർ സാർ പോലുള്ള ഹീറോസിനൊക്കെ ചിക്കൻ, മറ്റേത്, എനിക്ക് എന്നെ പോലുള്ളവർക്ക് ബീഫ്, അത് സഹിക്കാം. എൻ്റെ താഴെ ഇരിക്കുന്ന ലൈറ്റ് ബോയ്സ് പുളിയോദര തൈര് സാധനം അല്ലെങ്കിൽ സാമ്പാർ സാധനം കഴിക്കുമ്പോൾ എനിക്ക് വിഷമം വരും. ഞാൻ വിചാരിച്ചു ഇതിനൊക്കെ ഒരു കാലം ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ലേ. അപ്പോൾ ഞാൻ നസീർ സാർ ഒരിക്കൽ ഞാൻ ഫുഡിന് എന്തോ പറഞ്ഞു, നസീർ സാർ എൻ്റെ ചോദിച്ചു എന്താണ് ഇന്നലെ എന്തോ ഫുഡിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു എന്തോ. ഞാൻ സാർ ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്, തരക്കേടില്ലാത്തൊരു ഷർട്ടുണ്ടെങ്കിൽ അവിടെ 25 കല്യാണം ഉണ്ടാണ്, സദ്യ ഉണ്ണാൻ പറ്റുന്ന സ്ഥലത്താണ്, തരക്കേടില്ലാത്ത ഷർട്ടുണ്ടെങ്കിൽ. ഞാൻ 2 കൊല്ലം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരുമ്പോൾ ഇവർ ചോറിൽ സാമ്പാറുകളും തരുന്നത് ഞാനൊന്ന് പ്രതികരിക്കേണ്ടേ സാറെന്ന് വെച്ചാൽ ശരിയാണെന്ന് പറഞ്ഞു നസീർ സാർ അന്ന്. അപ്പം ഞാൻ ആ മനോഭാവം ഇന്നുണ്ട്. എൻ്റെ പ്രൊഡക്ഷനിൽ ഒരാളും ഫുഡിനും
പരാതി പറയരുത്. പിന്നെ അവർ ജോലി ചെയ്തിട്ട് പോകുമ്പോൾ വെറും കുകയുടെ വീട്ടിൽ ശമ്പളം ഇല്ലാതെ പോകരുത്. അവർ ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ കൊതുകടിയും കൊണ്ട് ഫാനും ഇല്ല, AC പന്ന റൂം, എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരും ഒരു ജോളി ആയിരിക്കണം. ഒരു സന്തോഷത്തിലൂടെ എല്ലാവരും പ്രാർത്ഥനയുടെ ഒരു നല്ല പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫാമിലി മുമ്പോട്ട് പോകും. തീർച്ചയായിട്ടും എല്ലാവരുടെയും മനസ്സ് സന്തോഷിച്ചാൽ മാത്രമേ നന്മയുള്ള ഒരു പ്രോജക്റ്റ് വരൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ രാജുചേട്ടൻ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രം പ്രൊഡ്യൂസർ ആയതിനു ശേഷം കഥാപാത്രം വന്നതാണോ അല്ലെങ്കിൽ കഥാപാത്രം എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഈ പടത്തിൽ ഗുണച്ചേരുന്ന കാര്യം നന്നായിരിക്കുന്നു, എന്ത് പറ്റി രാജുചേട്ടൻ നന്നായിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വേറെ ഒന്നുമല്ല, എൻ്റെ സ്വന്തം പടമാണ് ഞാൻ കുറച്ച് ഓവറായിട്ട് ചെയ്തത്, എൻ്റെ സ്വന്തം പടമാണ് ഞാൻ കുറച്ച് കയറ്റി ചെയ്തെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് ഞാൻ എന്തിനു ചെയ്യണം, സ്വന്തം പൈസ മുടക്കി ഞാൻ കുറച്ച് കയറ്റി ചെയ്തെന്ന് പറഞ്ഞു, എക്സ്പ്രഷനൊക്കെ വലുതായിട്ട് ഇടന്ന് പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും ഇപ്പം ഭക്ഷണം കിട്ടിയില്ല അല്ലെങ്കിൽ നമുക്ക് ആ സാധനം വാങ്ങിക്കാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള കാര്യം വരുമ്പോൾ ഒരു നെഗറ്റിവിറ്റിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക അല്ലേ. എനിക്ക് ആ സാധനം വാങ്ങിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഷൂ വാങ്ങിക്കാൻ പറ്റിയില്ല, എനിക്കത് കിട്ടിയില്ല, എനിക്ക് റാങ്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ എനിക്കൊന്ന് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ച ഒരു ദിവസമാണ് ഇന്നലെ. കാരണം എനിക്കും എൻ്റെ കുടുംബത്തിന് ടിക്കറ്റ് കിട്ടിയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പം രാജേട്ടനെ ഞാൻ വിളിച്ചു ചോദിച്ചു, രാജേട്ടാ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല, എന്തെങ്കിലും രക്ഷയുണ്ട്? ഞാൻ രാജേട്ടൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി മക്കളെ, ഇത് രക്ഷയില്ല, എനിക്കില്ല, എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ല. ഇപ്പോൾ ഒരു ഇടയ്ക്ക് ഒരു പ്രൊഡ്യൂസർ എന്നുള്ളൊരു വേറൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്തുക്കളാണ് ഭരതേട്ടനും പത്മരാജനും. എന്ന് വെച്ചാൽ നിങ്ങൾ പ്രായമൊന്നും അങ്ങനെ എടുക്കണ്ട, ഫ്രണ്ട്സാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഭരതേട്ടൻ ഒരു ദിവസം ഒരു കുഞ്ഞാണ് ഒരു സന്ധ്യയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രയാണം എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് പ്രയാണം എന്നുള്ള സിനിമ ഉണ്ട്. അപ്പോൾ ന്യൂ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റിലെ വെങ്കടേശ്വര ഹോട്ടലിൻ്റെ വരാന്തയിൽ അവരൊരു സേർട്ടും വലിച്ചുകൊണ്ട് ഇങ്ങനെ ന്യൂ തിയേറ്ററോട് നോക്കി നിന്നു, മുഖം മാറ്റി. ഞങ്ങളുടെ എന്ത് പറ്റി? അല്ല, ഒരു നല്ല സിനിമ എടുത്ത് ന്യൂ തിയേറ്ററിലോടുന്നു, വരാത്ത ജനക്കൂട്ടത്തിനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. ജനക്കൂട്ടം തിയേറ്ററിന് മുമ്പിൽ വരും. ഇപ്പം ഞാൻ പറയും, ഞാനൊരു സിനിമയ്ക്ക് പോകുമ്പോൾ ആദ്യമാണ് ഞാൻ മോഹൻലാൽ വെച്ച് 5 സിനിമ എടുത്തിട്ടുള്ളതാണ്. ഇതെൻ്റെ 10ാമതോടല്ലേ. ഈ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഈ പൃഥ്വിരാജ് ഫാൻസ് എല്ലാം കൂടി എന്നെ തൂക്കിയെടുത്ത് ഒരു ഹാരം ഇട്ട് എന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോയിട്ട് അവർ മറ്റേ പഞ്ചാരി മേളത്തിനിടയ്ക്ക് എൻ്റെ അടുത്ത് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ഫാദറിനെ പറഞ്ഞാൽ പോലും ഞാൻ കളിക്കത്തില്ല, പെണ്ണിനെ വിളിച്ചോണ്ട്. പക്ഷേ ആ സമയത്ത് അവരെ മുമ്പ് ഞാൻ ഡാൻസ് ചെയ്യുന്നറിയാം. കാര്യം അറിയാം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ല സിനിമ എടുത്ത് അത് അപ്രീഷിയേറ്റ് അവർ പറയുമ്പം ഞാൻ അവരെ കൂടെ നിന്നുള്ളത്. അവർക്ക് വേണ്ടി നമ്മൾ അഭിനയിക്കുന്നില്ല പലതും. ഞാൻ അങ്ങനെ ചെയ്തു, അത് ആരും എടുത്ത് എല്ലാത്തിലും ഇട്ടല്ലേ. പക്ഷേ ഇത് പൃഥ്വിരാജ് ഫാൻസിൻ്റെ ഒരു സ്നേഹം കൊണ്ട് മാത്രമല്ല ഈ പടത്തിന്, അങ്ങനെ ഒരു ഫാൻസ് സപ്പോർട്ട് ചെയ്തിട്ട് ഹിറ്റായ ഒരു പടമല്ല, മറിച്ച് ഒരു ആക്ടർ അതിനകത്ത് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, ഡയറക്ടറുണ്ട്, ക്യാമറാമാനുണ്ട്, അതിൻ്റെ പാട്ട് എഴുതിയ ആളുണ്ട്, പാട്ട് സംഗീത സംവിധാനം നിർവഹിച്ച ആളുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. അതിനെപ്പറ്റി കൃത്യമായിട്ട് അങ്ങനൊരു നമ്മൾ വിജയങ്ങളെ പലപ്പോഴും ഇങ്ങനെ ഫാൻസ് വിജയിപ്പിച്ച് വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂനീകരിക്കാനായിട്ടുള്ളൊരു പ്രവണത തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും വാട്ട് ഐ മെയിൻറ്റെയിൻ ഇസ് ഫാൻസ് വിചാരിച്ചുകൊണ്ടൊരു സിനിമ ഹിറ്റാക്കാനൊന്നും പറ്റില്ല. ഒരു നടൻ്റെ ഫാൻസ് അസോസിയേഷൻ എന്ന പേരിൽ സംഘടിതമായി പ്രവർത്തിക്കുന്ന, അയാളെ സ്നേഹിക്കുന്ന ആൾക്കാർ നല്ലതാണ്. ഒരു നടനോട് നമുക്ക് തോന്നുന്ന ആരാധന സംഘടിതമായി പ്രകടിപ്പിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഗുണകരമായ വശങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനൊരു സംഘടന വിചാരിച്ചത് കൊണ്ട് ഒരു മോശം സിനിമയെ ഹിറ്റാക്കാനൊന്നും ഒരിക്കലും സാധിക്കില്ല. സിനിമ ഹിറ്റാണെങ്കിൽ സിനിമ നന്നാവണം. ആദ്യ ഷോ കഴിഞ്ഞ് എൻ്റെ ഫോണിലേക്ക് വരുന്ന മെസ്സേജുകളും കോളുകളിൽ നിന്നും എനിക്കറിയാം എത്രത്തോളം ജെന്യുവിനാണ് ആ സന്തോഷമെന്ന്. തൃശ്ശൂരിൽ നിന്ന് എൻ്റെ തൃശ്ശൂർ ഫാൻസിൻ്റെ മേധാവി സഹീർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഈ സിനിമ കണ്ടിട്ട് എനിക്ക് വാട്സാപ്പിലൊരു വോയിസ് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ഇത് കേൾക്കുന്നതിന് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ 2 മിനിറ്റ് ഉണ്ട് ലെങ്ത്. ഞാനപ്പോൾ ഒരു മീറ്റിങ്ങിലിരിക്കുക. അപ്പോൾ 2 മിനിറ്റുള്ളത് എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പിന്നീട് തിരിച്ച് ഹോട്ടലിൽ എത്തിയപ്പോൾ ഞാനത് കേട്ടപ്പോൾ മെസ്സേജ് ഇതായിരുന്നു, ചേട്ടാ സൈലൻസ് ആണ്. പിന്നെ 2 മിനിറ്റ്, രണ്ടാമത്തെ മിനിറ്റിൻ്റെ അവസാനമാണ് പൊളിച്ചു കേട്ടാ. അപ്പം നമുക്ക് അത് നമുക്ക് ശരിക്കും എനിക്ക് ജെനുവിനാണ് അവൻ്റെ സന്തോഷം. അപ്പോൾ അതൊന്നും ഒരു ഫാൻഷിപ്പ് എന്ന് വരുന്നതല്ല, അതൊരു നല്ല സിനിമ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിന് വരികയാണ്. അപ്പോൾ അത് ഒരു സിനിമ സൃഷ്ടിക്കുന്നുണ്ട്, നടൻ സൃഷ്ടിക്കുന്നതല്ല ഒരിക്കലും. പാമ്പു ജോയും പാവാടയും എന്നുള്ള കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്?
തീർച്ചയായിട്ടും എനിക്ക് ഞാൻ ഏത് സിനിമയും ചെയ്യുന്നത്, എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ 4 സിനിമകൾ ഓടി, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. എൻ്റെ ഓടാത്ത പല സിനിമകളും ഞാൻ ചെയ്തിട്ടുള്ളതും എനിക്ക് തിരക്കഥ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ഓഫ്കോഴ്സ് ആ സിനിമകൾ ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ അത് വർക്കായില്ല, അത് കുഴപ്പമില്ല. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഉള്ള 2 കാര്യം. ഒന്ന്, മണിമ്പൾ രാജ് എന്ന് പറഞ്ഞ വ്യക്തി എനിക്കൊരു നിർമ്മാതാവല്ല. എനിക്ക് ഞാൻ രാജേട്ടൻ എങ്ങനെ പറയും, എന്നെ എടുത്തുകൊണ്ട് കിടന്നിട്ടുള്ള ആളാണ്. എന്റെ വീട്ടിലൊക്കെ ഇപ്പോഴും രാജേട്ടൻ എന്നെ പണ്ട് ഞങ്ങളുടെ ഊട്ടിയിലെ വീട്ടിൽ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ രാജേട്ടൻ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത് എന്നെ വിശ്വസിച്ചിട്ടാണ്. രാജേട്ടൻ പറഞ്ഞു എനിക്ക് പൃഥ്വിരാജിനെ വെച്ചൊരു പ്രോജക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് രാജേട്ടൻ എന്നെ വെച്ചൊരു പ്രോജക്റ്റ് ചെയ്യണം തീരുമാനിക്കുമ്പോൾ എൻ്റെ 4 സിനിമകൾ അടുപ്പിച്ച് സൂപ്പർ ഹിറ്റ് ആയിട്ടില്ല. രാജേട്ടൻ പറഞ്ഞില്ല എനിക്ക് എനിക്ക് ചെയ്യേണ്ടത്, എനിക്ക് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആക്ടർ എനിക്ക് ഇഷ്ടമാണ്, അപ്പോൾ എനിക്ക് അയാളെ വെച്ചൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പോൾ രാജേട്ടൻ വിശ്വാസം കാണിക്കുന്നത് എന്നിലും എൻ്റെ ജഡ്ജ്മെൻറ്റിലും ഒക്കെയാണല്ലേ. അപ്പം ഞാൻ രാജേട്ടൻ നമുക്ക് ഈ സ്ക്രിപ്റ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഞാനതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഈ ചിത്രത്തിലെ ബാക്കിയുള്ള അഭിനേതാക്കളെ കുറിച്ച് ആശാ ശരത് ആയാലും ഒരു 45 പേരോളം ഉണ്ട് കേട്ടോ. എനിക്ക് പെട്ടെന്ന് പറയാനുള്ളത്, ഇതിനകത്ത് ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു പള്ളിയിൽ അച്ഛൻ്റെ വേഷമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് എൻ്റെ മനസ്സിലുള്ളതും ബിബിൻ്റെ മനസ്സിലുള്ളതും ഇതൊക്കെ കരമന ജനാർദ്ദനാണ്. സുധീർ കരമന വന്നു, അത് പൊട്ടുപോലെ ചെയ്തിട്ട് പോയി. ശരി, എക്സാക്ട്ലി. എനിക്ക് വളരെ സന്തോഷം എന്ന് വെച്ചാൽ കരമന അങ്കിള് ഏത് സ്പേസിലായിരുന്നോ ആ സ്പേസിലേക്കാണ് സുധീർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ്, അതാണ് സംഭവം. അതേപോലെ ചെമ്പൻ ചേട്ടൻ്റെ ക്യാരക്ടർ ചെമ്പൻ അതിഗംഭീരാക്കിയിട്ട്. ഇന്നലെ ഞങ്ങളുടെ ഒരു അടുത്ത വീട്ടിലെ ഒരു ചേച്ചി സിനിമ കണ്ടിട്ട് പറയുമായിരുന്നു, ഇങ്ങനത്തെ അച്ഛന്മാര് വേണം നമ്മുടെയൊക്കെ പള്ളിയിൽ. വെള്ളം കമത്തി കടത്തി കുത്തി വയ്ക്കുന്നത്. അതുപോലെ ഈ ചിത്രം എവിടെയാണ് ശരിക്കും ചിത്രീകരിച്ചിരിക്കുന്നത് എല്ലാ ഭാഗങ്ങളും? ഇത് തൊടുപുഴ, പാല, ഈ കഥ പറയുന്ന മട്ടാഞ്ചേരി, കൊച്ചി, ന്യൂയോർക്ക്, അമേരിക്ക, ജപ്പാൻ, ജർമ്മനി എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കാണുന്ന ആൾക്കാരെ മണ്ടനാക്കാനായിട്ട് നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള പ്രദേശങ്ങളാണ്. ഞാൻ പരിചയപ്പെട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം പുസ്തകങ്ങൾ വായിച്ചും ഇന്നും വായനാശീലമുള്ള ഒരു ചെറുപ്പക്കാരിൽ ഒരാളാണ്. പക്ഷെ ബിബിൻ തിരക്കഥ എഴുതുന്നത് അദ്ദേഹം വായിച്ച പുസ്തകങ്ങളിൽ നിന്നും പ്രചോദനം കൊണ്ടിട്ടല്ല. ബിബിന് വളരെ ഇല്ലസ്ട്രിയസ്, അതാണോ അതിൻ്റെ കറക്റ്റായ വാക്കെന്ന് എനിക്കറിയില്ല, വർണ്ണശലഭമായ ഒരു ജീവിതമുണ്ട് ഇന്നും അദ്ദേഹത്തിൻ്റെ പാസ്റ്റിലും. അതിൽ നിന്നാണ് പ്രചോദനം കൊള്ളുന്നത്. പാവാട എന്ന് പറയുന്ന സിനിമയിലെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ ബിപിൻ ചന്ദ്രൻ്റെ ജീവിത യാത്ര അത്രത്തോളം യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എനിക്കുള്ളൊരു വലിയ ആഗ്രഹം ബിപിൻ ഇനിയും ഇങ്ങനെ തന്നെ ജീവിക്കണം എന്നുള്ളതാണ്. കാരണം ഈ ലൈഫാണ് അയാൾക്ക് ഇൻസ്പിറേഷൻ. ഇങ്ങനെ ജീവിക്കൂ. പാമ്പ് ജോയ് ഒന്നും മലയാളത്തിലെ ഒരു സാഹിത്യ സൃഷ്ടിയിലോ ഒരു സിനിമാ സൃഷ്ടിയിലോ ഇല്ല. പാമ്പ് ജോയ് ഇല്ല. പാമ്പ് ജോയ് ബിബിന്റെ ഏതോ പരിചയക്കാരനാണ്, നല്ല ഉറപ്പുണ്ട്. എന്തായാലും ഇതിലെ നായിക എന്ന നിലയിൽ മിയ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഏത് സീൻ ചെയ്യുമ്പോഴാണ്? തലക്കടിച്ചത് കുറെ നാളായിട്ട് നോക്കുന്നു. അതെന്താ പറയുക, അതിൻ്റെ ഇടയ്ക്ക് മുൻ പടങ്ങളിലൊക്കെ ഡയലോഗ് പഠിക്കാതെ വരും. ഡയലോഗ് പഠിക്കുമ്പോൾ ഓട്ടിച്ച് വയറിളകും, പോയി ഡയലോഗ് പഠിച്ചിട്ട് വരാനും പറഞ്ഞിട്ട് അതിന്റെ ക്രെഡിറ്റ് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന് തന്നെയാണ്. അതൊക്കെ തീർത്തത് ഈ ഒരു മീൻചട്ടിയിലാണ്. എന്നാലും മീൻചട്ടി അടിച്ചത് എനിക്ക് അങ്ങനത്തെ ഒരു ഷോട്ടൊന്നും ചെയ്ത് പരിചയമൊന്നുമില്ല. അടിച്ചിട്ട് അനാർക്കലിയിൽ ഈ പറഞ്ഞ പോലെ ഒരാളെ കരണത്തടിക്കുന്ന സംഭവമൊക്കെ വന്നിട്ട് എന്തായാലും അടിക്കുന്ന സംഭവം അല്ല, മീൻചട്ടി തലയടിക്കുന്ന വീട്ടിൽ കണ്ടിട്ടില്ല. എന്തായാലും ഞാൻ അടിക്കുന്ന സംഭവങ്ങൾക്കൊക്കെ ദൃക്സാക്ഷിയായിട്ട് രാജേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ അങ്ങനത്തെ ഷോർട്സ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? അനാർക്കലിയില് ഞാൻ ഇന്ററപ്റ്റ് ചെയ്തൊരു കഥ പറഞ്ഞു. അനാർക്കലിയില് അവിടുത്തെ ഒരു ലക്ഷദ്വീപ് നിവാസിയായ ഒരു ചെറുപ്പക്കാരനെ മിയയുടെ കഥാപാത്രം ചെകിട്ടത്തടിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അപ്പോൾ നമ്മള് ഷോട്ട് വയ്ക്കുന്നു. അപ്പൊ മിയ പേടിച്ച് അപ്പോ എല്ലാം അവസാനം സച്ചുവായി പറഞ്ഞിട്ടുണ്ട്, മിയ അതങ്ങനല്ല, അത് ചെയ്യണം. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, മിയ ലൈറ്റ് പോകുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു, കളിക്കരുത്, ഒരു ഷോട്ടിൽ നേരവേ ചെയ്യാം പ്ലീസ് നമ്മൾ ഞാൻ ഇരികേറ്റി. പക്ഷെ മിയയിലെ പാലാക്കാരി അവിടെ ഉണർന്നത് ഞാൻ അറിഞ്ഞില്ല. അവസാനം സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരിൽ നിന്ന് മിയ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. കാരണം ആ സീൻ കണ്ട പേടി പൃഥ്വിക്ക് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അടിയാണോ? ആ അടി അനാർക്കലിയിലെ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 തവണ ചെയ്തിട്ടും ശരിയായില്ലല്ലോ. അപ്പൊ പിന്നെ എന്തായാലും ഈ ഷോട്ടിന് ശരിയാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം പറയുകയും ചെയ്തു. കൊണ്ടാനും വേണ്ടില്ല, കൊണ്ടില്ലേനും വേണ്ടില്ല, ഞാൻ അടിക്കും ഞാൻ തീരുമാനിച്ചു. അതിലെ നായക നടനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരൊറ്റ അടിയായിരുന്നു. അപ്പൊ ഇതുപോലെ ഒരു പ്രാവശ്യം പറഞ്ഞ നല്ലോണം കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ചേട്ടനെ തരിപ്പുണ്ടായിരുന്നു.
എങ്ങാനും എനിക്കാണെങ്കിൽ ടെൻഷൻ എന്താ പറയാ, ഈ അടി ഓക്കെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടെ രണ്ടാമതൊരു ചട്ടി വാങ്ങിക്കണം. ചട്ടി, അത് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇനി പൊട്ടിയിട്ട് ശരിയാവാണ്ട് കുറെ ചട്ടികളോടെ കൊണ്ട് വെച്ച് ഒറ്റ ചട്ടിക്ക് okay ആക്കി. ചട്ടിയിൽ പ്രൊഡക്ഷൻ ആർട്ട് ഡയറക്ടറൊക്കെ ചോദിക്കുന്നുണ്ട്, സാർ ഇങ്ങനെ പൃഥ്വിരാജിന്റെ തലയിൽ ചട്ടി അടിച്ചിട്ട് മീനൊക്കെ ആയ വല്ലതും തോന്നുന്നു. പുള്ളിയാണ് പറഞ്ഞത് മീൻ വേണം, തലയിലൊക്കെ വേണം, ഒക്കെ വേണം, എന്നാലേ നന്നാവുള്ളൂ, അല്ലാതെ തെർമോക്കോളിൽ ഉണ്ടാക്കിക്കൊണ്ട് വരരുതെന്ന് പറഞ്ഞു. ശരിക്കുള്ള ഒറിജിനൽ മീൻ ശരിക്കുള്ള മത്തി തന്നെയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്റെ ക്യാരവനിൽ പോയിട്ട് കുളിച്ചിട്ട് എന്റെ ക്യാരവനിന്ന് മത്തിയുടെ മണം മാറാൻ ഒരു 3 മാസം എടുത്തു ആക്ച്വലി. ആ വീട്ടിലൊക്കെ അതായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷത്തോടെ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ആ സന്തോഷം തിയേറ്ററിലും കാണാനുണ്ട്. ഇനിയും ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്താനുണ്ട്. ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു സസ്പെൻസ് എലമെന്റ് ചിത്രത്തിലുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ പറയില്ല. എല്ലാവരും അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പോൾ ഇത്രയും നല്ലൊരു സിനിമ വ്യത്യസ്തമായ പേരിൽ, വ്യത്യസ്തമായ കഥയിൽ, വ്യത്യസ്തമായ അവതരണത്തിൽ ഞങ്ങൾക്ക് മുന്നിൽ എത്തിച്ചതിന് മാർത്താണ്ഡൻ സാറിനും, ബിപിൻ ചന്ദ്രൻ, പൃഥ്വി, രാജ്ചേട്ടൻ, അനുപേട്ടൻ, മിയ, താങ്ക് യു സോ മച്ച്. അടുത്ത സിനിമ രാജ്ചേട്ടൻ ഇപ്പം തന്നെ അടുത്ത സ്ക്രിപ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പൃഥ്വിയുടെ ഡേറ്റ് ഒക്കെ ഓൾറെഡി ചോദിച്ച് വെച്ചിട്ടുണ്ടാവും. അതിലൊന്നും കാര്യമില്ല, ഓക്കെ അല്ലെങ്കിൽ എന്നെ ഇറക്കി വരും. മണിയമ്പിള്ള രാജു എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർക്ക് ഇൻഡസ്ട്രിയിൽ ആരുടെയും ഡേറ്റ് ചോദിച്ചു പോകേണ്ട കാര്യമില്ല. ആ ലെഗസി മണിയമ്പിള്ള രാജു പ്രൊഡക്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അനുപേട്ടനെയും അടുത്ത സിനിമയ്ക്കായി കാത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. പാവാട ടീമിന് ഒരു വലിയ നന്ദി, നല്ലൊരു സിനിമയ്ക്കായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.